എത്ര തിരക്കായാലും മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന വനിതയാണ് മേഴ്സി ആന്റണി. സമൂഹത്തിലുള്ളവരുടെ ഉന്നമനത്തിനായി ധനകാര്യ സ്ഥാപനം തുടങ്ങി വിജയം കണ്ട വനിതയാണ് മേഴ്സി ആന്റണി. 17 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് സ്വന്തമായി ധനകാര്യ സ്ഥാപനം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇതിനകം 4 സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് മേഴ്സി ആന്റണി. കുറെ പണം സമ്പാദിക്കലല്ല ഇവരുടെ ലക്ഷ്യം, മറിച്ച് സമൂഹത്തിലെ നിർദ്ധരായവർക്ക് കൈത്താങ്ങാവുക എന്നതാണ്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകിയും രോഗികൾക്ക് ചികിത്സാ സഹായം നൽകിയും ഇവർ സമൂഹത്തിന് മാതൃകയാകുന്നു. ഡബിൾ MA ബിരുദധാരിയായ മേഴ്സി ആന്റണി മികച്ച സൈക്കോളജിസ്റ്റ് കൂടിയാണ്. തൃശ്ശൂരിലുള്ള ഇവരുടെ സ്ഥാപനത്തിൽ കൗൺസിലിംഗും മികച്ച രീതിയിൽ നടന്നു വരുന്നുണ്ട്. നിരവധി പേർക്ക് തൊഴിൽ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഇവരുടെ സ്ഥാപനങ്ങളിൽ നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ട്. ശീതീകരിച്ച AC മുറിയിലിരുന്ന സ്വന്തം കാര്യം മാത്രം നോക്കാതെ സമൂഹത്തിലെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരികയും അവർക്ക് കൈത്താങ്ങാകുകയും ചെയ്യുന്ന മേഴ്സി ആന്റണിയുടെ പ്രവർത്തനമേറെ ശ്രദ്ധേയവും പ്രശംസനീയവുമാണ്. മാം, സ്വാഗതം. നമസ്കാരം. നമുക്കറിയാം, ഒരു 17 വർഷമായി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം വരുന്നത് ഞാൻ 2002 ഒരു സൊസൈറ്റിയിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എൻ്റെ സാലറി എന്ന് പറയുന്നത് ഡെയിലി വേജസ് ആണ്. 30 രൂപയാണ് നമുക്ക് ഡെയിലി വേജസ് തരുന്നത്. 30 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്കറിയാം എന്തുമാത്രം വരുമാനം ഉണ്ടെന്നുള്ളത്. സാറ്റർഡേ അതുപോലെ തന്നെ സാറ്റർഡേയ്സ് വർക്ക് ഉണ്ടാവാറുണ്ട്, സൺഡേസിൽ ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം 26 ഡേയ്സ് ആണ് വർക്കിംഗ് വരാറുള്ളൂ. ഒരു 1000 റുപ്പീസിൻ്റെ അടുത്തൊക്കെയാണ് നമുക്കൊരു മന്ത്ലി ഇൻകം വരുന്നത്. പക്ഷേ 2002 ആ ഒരു വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ഇൻകം തന്നെയാണ്. അങ്ങനെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വ്യത്യസ്ത മേഖലകളിലേക്ക് മാറി. പിന്നെ ഫിനാൻസ് സെക്ടറിലേക്ക് മാറി, അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിലേക്ക് മാറി. പിന്നെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് കുറേ കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറേ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ആയി. അങ്ങനെ വന്ന് ഒരു 17 വർഷം ഞാൻ പല മേഖലകളിൽ വർക്ക് ചെയ്തു. അത്യാവശ്യം കോണ്ടാക്ട്സ് വന്നു. ഒരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഒക്കെ വരാൻ തുടങ്ങി. കസ്റ്റമർ ബേസായി. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് സർവീസായിട്ട് ഇത്രമാത്രം കസ്റ്റമേഴ്സിനെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്താണ് ചെയ്തത്? ആക്ച്വലി ആ ഒരു ചോദ്യം എന്നിൽ വലിയൊരു ചേഞ്ച് വരുത്തി. അതുവരെ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികൾ നമ്മൾ പൂർത്തിയാക്കുന്നു, തിരിച്ചു പോരുന്നു. ഇദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഒരു പക്ഷേ ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാൻ എന്താണ് എൻ്റെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? നാളെ ഈ സ്ഥാപനത്തിൽ നിന്ന് എന്നോട് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര ടോപ്പ് പെർഫോമർ ആണെങ്കിലും അവിടെ തീരും. കാരണം എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ വേറെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ചെയ്തുകൂടാ? കാരണം അത്യാവശ്യം കസ്റ്റമർ ബേസ് ഉണ്ട്, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ. ആദ്യം എവിടെയായിരുന്നു തുടക്കം കുറിച്ചത്? തുടക്കം വന്നത് നമുക്ക് ആദ്യം ഞങ്ങൾ അത് ജോയിൻ്റ് ആയിട്ട്, അതായത് പാർട്ട്ണർഷിപ്പായിട്ടാണ് തുടങ്ങിയത്. പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. പിന്നെ അതിൽ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി. 3 വർഷം അതിൽ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും. അത് വെച്ച് ഞാൻ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം 2022 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്കിപ്പോൾ അത്യാവശ്യം 3-4 ബ്രാഞ്ചസായി, അത്യാവശ്യം എംപ്ലോയീസായി. 18ഓളം എംപ്ലോയീസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര ബ്രാഞ്ചുകളുണ്ട്? ഇപ്പം നമുക്ക് 6 ബ്രാഞ്ചുണ്ട് തൃശ്ശൂർ തന്നെ. ഇനി നമുക്കൊരു 3 ബ്രാഞ്ച് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാട്, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട, ഒറ്റപ്പാലം, അങ്ങനെ ബ്രാഞ്ചസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റണ്ണിങ് ആവാൻ പോകുന്നു. നമുക്കിനിയും കുറച്ചും കൂടി ബ്രാഞ്ചസ് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
ഇതുകൂടാതെ ഇപ്പോൾ പുതിയൊരു സെക്ടറാണ് ഞങ്ങൾ കുറി സ്റ്റാർട്ട് ചെയ്തത്. കുറി എന്നുള്ള സംഭവം ഫസ്റ്റ് ടൈമാണ്, നമ്മളിതുവരെ കൈവയ്ക്കാത്ത ഒരു ചെയ്യാത്തൊരു മേഖലയാണ്. മേഖലയാണത്. കുറി ഇതൊക്കെ കുറച്ചും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വരും. അതെ അതെ, ലൈസൻസോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും കുറച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നമ്മളിനി ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു വരുന്നത് ഒരു പക്ഷേ ഈ ഒരു യാത്രയിൽ നിന്ന് വ്യത്യസ്തമായൊരു ആളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെയാണ് മാമിൻ്റെ ജീവിതം പോകുന്നത്. അതിൽ കൗൺസിലിംഗ് നടത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പക്ഷേ തലയിൽ മുഴുവനും കണക്കുകളുടെ കഥകളുമായി മുന്നിൽ വരുന്ന വ്യക്തി, അതിലും വലിയ ടെൻഷനുള്ള വ്യക്തിയെ കേട്ടിരിക്കുവാനുള്ള മനസ്സ്, ഈ സമയം, ഇതെങ്ങനെ യോജിപ്പിച്ചു പോകാൻ പറ്റണം? ആക്ച്വലി ഈ ഒരു ചോദ്യം എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത്, ഈ ഫിനാൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ പാഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എന്താണെങ്കിലും ഇൻട്രസ്റ്റ് മാത്രം നോക്കിയിരുന്നാൽ മതി, എത്രയോ ആൾക്കാർക്ക് സർവീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മറന്നു പോകുന്നതെന്ന്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, എന്ത് തന്നെയാണെങ്കിലും ഞാൻ അതിനും സമയം കണ്ടെത്തും. പക്ഷേ എനിക്ക് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് അതിന് വലിയ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം നമ്മുടെ സ്ഥാപനം കുറച്ചും കൂടി ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നി കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റി വന്നു, ഇനി എൻ്റെ പാഷനിലേക്ക് മാറാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഹോപ്പ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സെൻറ്റർ കൂടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സൺഡേസിൽ അതുപോലെ തന്നെ ഹോളിഡേയ്സിലെല്ലാം ഞാൻ വീട്ടിൽ, എനിക്ക് ഓഫീസുണ്ട്, അവിടെ നമ്മൾ കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. അല്ലാത്ത ടൈമുകളിൽ നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു 2 മണിക്ക് ശേഷം നമുക്ക് അത്യാവശ്യം വേണ്ട ക്ലയൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ശരിക്കും അതൊരു പാഷൻ തന്നെയാണ്. കാരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തികൾ അത്രത്തോളം പ്രതിസന്ധിയോടുകൂടി വരുന്ന ആളുകളാണ്. അവർക്ക് കേൾക്കുവാനുള്ള ഒരു സമയം നമുക്ക് ലഭ്യമാക്കുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. ആ സമയം നമുക്കൊരു പാഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ കണ്ടെത്തും. കാരണം എൻ്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ളവർ, പിന്നെ റെഫർ ചെയ്ത് വിടുന്ന ആൾക്കാരും ആ വ്യക്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെയിൻലി ഡോക്ടേഴ്സോ അല്ലെങ്കിൽ വക്കീലന്മാർ, അങ്ങനെയുള്ള കേസുകളായിരിക്കും. അപ്പോൾ നമുക്ക് അവരോട് നോ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ടൈം നാം കണ്ടെത്തും. പിന്നെ ആ സമയത്ത് നമുക്ക് ഫോൺ കോളുകൾ എടുക്കാനോ ഒന്നിലേക്ക് ഞാൻ ഇൻവോൾവ് ആവാറില്ല. ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ 2-3 മണിക്കൂർ വരെ നമുക്ക് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരാറുണ്ട്. അത് ഭംഗിയായിട്ട് ചെയ്തു പോകാനും സാധിക്കാറുണ്ട്. ഒപ്പം ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നടന്ന വഴികളിൽ കിട്ടിയ ചില സന്തോഷ നിമിഷങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് സന്തോഷങ്ങൾ പകരുവാനായി ശ്രമിക്കുന്ന ഒരു മേമാണ്. അതുകൊണ്ട് തന്നെയാണ് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് വരുന്നത്. എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് എങ്ങനെ സാധിക്കും? ഞാൻ ചോദിക്കുന്നത്, എല്ലാത്തിലും കയറി തൊടുന്ന ഒരു വ്യക്തിയാണോ? എങ്ങനെയാണ് അതിലേക്ക് മാറിപ്പോയത്? ഇല്ല, അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവകാരുണ്യ പ്രവൃത്തി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഇത് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കാം. ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ കോളേജിലെ കാര്യമൊക്കെയാണ് ചോദിക്കുന്നത്. അതെ, മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി വന്നത് സെക്കൻഡ് സാറ്റർഡേയിൽ മാത്രമാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുള്ളൂ അവിടെ. അതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലേക്കായിട്ടുണ്ട് സെക്കൻഡ് സാറ്റർഡേ. അതെ, അപ്പോൾ അത് കൊടുക്കാൻ കാരണം എനിക്ക് എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഈ ഒരു ടീമിൽ, ഈ ഒരു ഐഡിയയിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മകനുമായിട്ട് ഒരു ഷെയർ ചെയ്തു. അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർ 100% സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നല്ലൊരു ഐഡിയ ആണ്, പിന്നെ നമുക്ക് അവിടെ സാങ്ഷൻ കിട്ടുമോ എന്നറിയണം. കാരണം മെഡിക്കൽ കോളേജിലാകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്കാണ് ഫുഡ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് അറിയില്ല, അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ വലിയ ക്യൂ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ ഫുഡ് ആരും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണാവോ എന്ന് വിചാരിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അവിടെ വേറെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ പതുക്കെ പുറത്ത് വന്ന് അവിടെ ഒരു കുട വെച്ച് ഞങ്ങളവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കാൻ തുടങ്ങി, ഏത് പേയ്മെൻറ്റ് വേണോ, പൈസ അടയ്ക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല, ഫ്രീ ആണെന്ന് പറഞ്ഞ് പിന്നെ അത് സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. ബസ്സിൽ പോകുന്നവർക്ക് കൊടുക്കും, അതുപോലെ തന്നെ നടന്നു പോകുന്ന ആരാണെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോൾ ഞങ്ങളത് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം ഫുള്ള് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു നേരമെങ്കിലും ഒരു ഫുഡ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് താല്പര്യമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആര് വന്നാലും, ഇപ്പം ഞാൻ തന്നെയല്ല കേട്ടോ, മോനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ആര് ബുദ്ധിമുട്ട് വന്ന് ചോദിച്ചാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. കുടുംബത്തെക്കുറിച്ച് പോകാം. ഹസ്ബൻഡ്, മക്കൾ ഒരു മോനാണുള്ളത്. എന്താ ചെയ്യുന്നത്? മോനിപ്പോ എറണാകുളത്ത് ഒരു ബിസിനസ്സായിട്ട് പോകുന്നു. അമ്മയോടൊപ്പം കട്ട സപ്പോർട്ട് ഉണ്ടോ? അമ്മയ്ക്ക് വഴികാട്ടിയാണോ? ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? ആൾക്ക് ചാരിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ബിസിനസ്സിലേക്ക് ഇടപെടാറുണ്ടോ? ബിസിനസ്സിലേക്ക് ഫിനാൻസ് സെക്ടർ ആൾക്ക് താല്പര്യമില്ല. അപ്പൊ ആ പാത ഇനി എന്തായാലും വരില്ല. ആ ഭാഗത്തേക്ക് ചില സമയങ്ങളിൽ എനിക്ക് വല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ടെന്നെങ്കിലും ആള് ഡിസൈനിങ് ആണ് ആൾക്ക് താല്പര്യം. ആളൊരു ആള് കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അവിടുന്ന് റിട്ടയർ ആയി. കട്ട സപ്പോർട്ടാണ്. അതെ, എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഫുഡ് കൊടുക്കാനാണെങ്കിൽ. ഒരു കുടുംബിനിയായി മാറുന്നത് എപ്പോഴാണ് ഇതിനൊക്കെ കഴിഞ്ഞിട്ട്? ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്. എത്ര പേരുണ്ട് നമ്മുടെ കുടുംബത്തിൽ? ഞങ്ങൾ 3 പേരുള്ളൂ. നമ്മുടെ ഈ ഒരു ടീം കുടുംബത്തിൽ ഇപ്പൊ എത്ര പേരുണ്ടാവും? ഈ കമ്പനിയാണ്. ഇവിടെ ഞങ്ങളുടെ സ്റ്റാഫ് 18 പേരുണ്ട്. 18 പേരുണ്ട്. പിന്നെ നമ്മളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാമിലീസ് വേറെയുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതാതും ഓരോ മാസങ്ങളിൽ ഞങ്ങൾ ചെറിയ സഹായങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും നമുക്ക് അങ്ങനെ പേരെടുത്ത് പറയാം. പക്ഷെ അന്ന് എടുത്ത തീരുമാനം ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, ആ പിന്നിട്ട വഴിയിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് ഞാൻ സഞ്ചരിച്ച പാത ആപ്റ്റായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? 100% ഞാൻ ചിന്തിക്കാറായിട്ടില്ല. കാരണം എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ദൂരമുണ്ട്. മുന്നിലേക്ക് നോക്കുമ്പോൾ എന്താണ് ലക്ഷ്യം? മുന്നിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഈ പാലക്കാട് വരുന്നത്. അതെ, ഇരിങ്ങാലക്കുട വരുന്നത്. അതെ, ഇതിങ്ങനെ പടരണം, അതും വളരണം. അതിൻ്റെ കൂടെ നമ്മുടെ കൗൺസിലിംഗ് സെക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരണം. കുറേ ജനങ്ങളിലേക്ക് നമ്മുടെ സർവീസുകൾ എത്തിക്കണം. കുറേ അതിനേക്കാൾ ഉപരി എനിക്ക് കണ്ടമാനം ചാരിറ്റി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനൊരു പബ്ലിസിറ്റിയും ഒരാളിൽ നിന്നും വാങ്ങിക്കാറുമില്ല. ആർക്കെന്ത് കൊടുത്താലും ഞാൻ പറയും, ഇത് വേറെ ആരും അറിയരുത്, നിങ്ങൾ മാത്രം അറിയാം. പക്ഷെ അവര് അതെ, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇത് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അറിയും. അപ്പം ഇത് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തില്ല, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല, അങ്ങനെ ഒരു ചോദ്യം കൈകളിലേക്ക് എത്തണം. അതെ, അപ്പം അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴാണെങ്കിലും എനിക്ക് വലിയ താല്പര്യമുള്ളതാണ്. പക്ഷെ നമുക്ക് അതിനൊക്കെ സാമ്പത്തികം വേണം. എന്തിനാണെങ്കിലും അതിന് മാത്രമുള്ള ഒരു സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിൽ ഉള്ളതിൽ നിന്ന് അല്ലേ, നമുക്ക് കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ഭാഗം അതിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ്. ഈ കൗൺസിലിങ്ങിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യത്തോടുകൂടി വരുമ്പോൾ തന്നെ ഇന്നത്തെ സമൂഹം അഭിമുഖീകരിക്കും, പ്രത്യേകിച്ച് കുട്ടികളടക്കം കൗൺസിലിങ്ങിൽ ധാരാളം പേര് എത്തുന്നില്ലേ? ഇന്ന് സമൂഹത്തിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? സമൂഹത്തിന് നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്നേഹം എന്ന് പറയുന്ന സംഭവം കുടുംബങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായി. പരസ്പരം കരുതാനും സ്നേഹിക്കാനും ഒന്നും ആർക്കും സമയമില്ല. പല കുട്ടികളും മാതാപിതാക്കളിൽ നിന്ന് വളരെ വളരെ ദൂരത്താണ്. കാരണം ഓരോ പാരൻസും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പക്ഷേ സ്വന്തം കുട്ടികളെ നോക്കാനോ അവരെ ഒന്ന് കേൾക്കാനോ അവരെ ഒന്ന് കരുതാനോ ഒരു പാരൻസും തയ്യാറാവാറില്ല. അതൊരു പക്ഷേ ഈ അണുകുടുംബങ്ങളുടെ വ്യാപനം കൂടുതലായി വന്നു. തീർച്ചയായിട്ടും പഴയ കാലത്ത് കൂട്ടുകുടുംബമുള്ളപ്പോൾ ചേട്ടനോ അനിയനോ ആരെങ്കിലും, അല്ലെങ്കിൽ കൊച്ചച്ഛനോ വലിയച്ഛനോ ആരെങ്കിലൊക്കെ ഭവനത്തിലുള്ളപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുവാനെങ്കിലും ഒരു സമയമുണ്ടായിരുന്നു. ഒരു പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഒരു തലമുറകൾക്ക് മാറ്റം വന്നതല്ല. ഇനി ഈ തലത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടവും വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തില്ല. പ്രശ്നമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ആ ഫാമിലി ഓക്കെ ആയി. കുട്ടികളിൽ നിന്നാണല്ലോ ഓരോ ജനറേഷനും വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു നേച്ചർ നോക്കുകയാണെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും വർദ്ധിച്ചു കൊണ്ടുവരിക.
മാത്രമല്ല ഈ കുട്ടികളെ ഒന്നും കെയർ ചെയ്യാനോ ഇവരെ ഒന്നും പാരൻസിന് സമയമില്ല. നിയമവ്യവസ്ഥ കുറച്ചുകൂടി കർക്കശമാക്കിയാൽ ഒരു പരിധിവരെയൊക്കെ മാറ്റങ്ങൾ വരില്ലേ? മാമിനെ പോലുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ഈ നിയമവ്യവസ്ഥയോടൊക്കെ ചർച്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഈ കാര്യമൊക്കെ ഒന്ന് സൂചിപ്പിച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥകൾ കുറച്ച് കർക്കശമാക്കേണ്ടേ? ഇവിടെ എന്ത് ചെയ്താലും ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നതല്ലേ കുറേയൊക്കെ കുറ്റവാസനകൾ പെരുകുന്നത്? ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ നിയമവാസനകൾ ഒരു പരിധിവരെയും വളരെ സ്ട്രിക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുറേ കഴിയുമ്പോഴേക്കും എല്ലാവരും റിലീസ് ചെയ്ത് പോരില്ലേ. പിന്നെ അതിൻ്റെ പണിഷ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ലല്ലോ. അപ്പോൾ അതും വലിയൊരു ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അമ്മയും പറഞ്ഞ പോലെ നിയമവ്യവസ്ഥകൾ കർക്കശമാണെങ്കിൽ പോലും കുറച്ചുകൂടി എല്ലാം ഒരു സീരിയസ് മൈൻഡിലേക്ക് എത്തേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ചില പഴമക്കാർ പറയും പോലെ കാലം കലികാലമാണത്രേ, അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ കുട്ടികളെ കരുതാൻ പാരൻസിന് എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഓരോ കുട്ടികളുടെയും നേച്ചർ അറിയാമായിരുന്നു. ഇപ്പോൾ 1-2 കുട്ടികളാണ് ഒരു വീട്ടിലുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ അണുകുടുംബങ്ങളായി. പക്ഷെ ആ കുട്ടികൾക്ക് പോലും കെയറിങ് കൊടുക്കാൻ നമ്മുടെ പാരൻസ് എത്തുന്നില്ല. അവിടെ എപ്പോഴും വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്നാണ് നമുക്ക് ഓരോ ചേഞ്ചസും വരുത്തേണ്ടത്. നിയമവ്യവസ്ഥ അതിന് ശേഷം വരുന്നതാണ്. ഓരോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരികയാണെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്കിപ്പോൾ ഒരുപക്ഷെ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കളോ മറ്റുള്ള കൗൺസിലിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് മാമിൻ്റെ അടുത്തേക്കൊന്ന് സമീപിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാത? സ്ഥാപനം എവിടെയാണ്? എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്? നമുക്കിവിടെ തൃശ്ശൂർ ഷൊർണൂർ റോഡാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. എൻ്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട് നമ്പർ. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും മാമിനെ വിളിക്കാം. കൗൺസിലിംഗ് സംബന്ധമായ കാര്യങ്ങളും മാം കൃത്യമായി ചെയ്യുന്നുണ്ട്. വീട്ടിലും അതിൻ്റെ വീട്ടിൽ നമുക്ക് ഓഫീസുണ്ട്. അതുകൂടാതെ ഞാൻ എൻ്റെ സർവീസ് മാത്രമല്ല, ഞങ്ങളിവിടെ 7 മെമ്പേഴ്സ് ഉണ്ട്. 7 മെമ്പേഴ്സ് മീൻസ് 7 സൈക്കോളജിസ്റ്റ് ഉണ്ട് നമുക്കിവിടെ പാനലിൽ. അതിൽ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെയിൻലി അത് മാത്രം ചെയ്യുന്ന ഒരു സാറുണ്ട്. ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് 6 സൈക്കോളജിസ്റ്റുകളാണെങ്കിലും വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്കും രാവിലെ മുതൽ നമ്മൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ സമയം നോക്കിയിട്ട് അവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബുക്കിംഗ് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതും ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോകട്ടെ. സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മുന്നോട്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആത്മസംതൃപ്തിയുടെ നിറവിലല്ലേ? തീർച്ചയായിട്ടും ഏറെ അഭിമാന ഒരു നിമിഷം. അതെ, നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു. ഒരുപക്ഷെ അന്ന് ആ സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് ഇവിടേക്ക് എത്തിച്ചത്. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പോയേനെ. അത് ഒരു കമ്പനി കഴിയുമ്പോൾ നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് മാറും. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. കാരണം എപ്പോഴും ജോലിക്കാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒരു ഏജ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആണ് എന്ന് കണ്ടാൽ മാത്രമാണ് നമുക്കൊരു വാല്യൂ ഉള്ളൂ. അതെ, ഇപ്പൊ നമ്മുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. അതെ, അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം, എത്ര കാലം വേണമെങ്കിലും നമ്മൾ ലൈവായിട്ടുള്ള അത്രയും ടൈം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. അതൊന്നും ഒരു പ്രോബ്ലം അല്ല. നേരെ മറിച്ച് ഞാനൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഏജായി, അപ്പോൾ പതുക്കെ അവർ പറയും മാഡം നാളെ തൊട്ട് നോക്കിയിട്ട് പറയാം എന്നുള്ളൊരു ടോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആവശ്യം അവിടെ കഴിഞ്ഞു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പുതിയതായി രംഗത്തേക്ക്, ബിസിനസ് രംഗത്തേക്കാണെങ്കിലും സ്വയം സംരംഭത്തെ രംഗത്തിലേക്ക് കടന്നു വരുന്ന ആർക്കാണെങ്കിലും ചിന്തിക്കേണ്ട ഒരു വസ്തുത, പണം സമ്പാദിക്കലല്ല യഥാർത്ഥത്തിൽ. സമ്പാദിക്കുന്ന പണം മറ്റുള്ളവർക്ക് ഒരു തണലാകുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവം ധാരാളമായിട്ട് ശക്തി പുറകെ തരും. അതല്ലേ എൻ്റെ ബേസിക് തിയറി. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികൾ വളരെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ. കാരണം ഉള്ളവരിൽ ധാരാളം ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ചെയ്യാനുള്ളൊരു മനസ്സാണ് എപ്പോഴും വേണ്ടത്. നമ്മുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്നാണെങ്കിലും നമ്മൾക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും വന്നു ചേരും. ഈ മെഡിക്കൽ കോളേജിലെ ഈ ഒരു ഭക്ഷണ പൊതി ഒരുപാട് പേർക്ക് സ്നേഹ സമ്മാനമാണ് കൊടുക്കുന്നത്. അതിൽ ഇനി കൂടി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തന രംഗത്ത് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ?
ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സംഘടനകൾ മാമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതേ മാം ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം സ്വന്തമാണ്. അതായത് ദൈവം തരുന്ന ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ള ആഗ്രഹങ്ങളും ഉണ്ട് ഈ ഒരു രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒരുപക്ഷെ കൂടുതലായിട്ട് ചെയ്യാൻ മാമിന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് ഇനിയൊരു ചെറിയൊരു സംഘടന പോലെയൊക്കെ ചെയ്ത്, കാരണം എനിക്ക് തന്നെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു സമൂഹത്തോടു കൂടെ ചേരുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ 10 പേരിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഹെൽപ്പ് എനിക്ക് ഒരുപക്ഷെ 100 1000ങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു പാർട്ടാവാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കുന്നു. പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എപ്പോഴും സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ എനിക്ക് വളരെ സമയം കുറവാണ്. കാരണം അറിയാലോ, നമ്മളുടെ ഫിനാൻസ് സെക്ടർ ഉണ്ട്, കൗൺസിലിംഗ് സെക്ടർ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ് നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമുക്കതിനൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം നടക്കും. എന്തായാലും നല്ലൊരു മനസ്സിൻ്റെ ഉടമ എന്നതിലുപരി ദൈവം തൊട്ടുന്നുണ്ട്. ദൈവം ഇങ്ങനെ വഴി നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആ കൈകൾ മുറുകെ പിടിച്ചിരിക്കുന്നത് മാതാവാണ്. അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇത്രയേറെ ദൂരങ്ങൾ സഞ്ചരിച്ചെത്തുന്നതും. ഇനി മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ കേവലം തൃശ്ശൂർ ജില്ലയിൽ ഒതുങ്ങാതെ ജില്ലയിലെ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലേക്കും ഇത് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് പടർന്ന് പന്തലിക്കുന്നതിനുപരിയായിട്ട് ഒരുപാട് കുടുംബങ്ങൾ അതിലൂടെ ജീവിതം കണ്ടെത്തും. ഇന്ന് കേവലം 18 പേരാണെങ്കിൽ ചിലപ്പോൾ അതിലും ഇരട്ടിയിലേക്ക് ധാരാളം പേരിലേക്ക് എത്തും. അവർക്കൊക്കെ ഒരു നിഴലായി അല്ലെ എപ്പോഴും കൂടെ ഉണ്ടാവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ വനിതകൾ എത്തുന്ന മേഖലകൾ എവിടെയും വിജയിച്ചിട്ട് തന്നെയുള്ളൂ. വനിതകളാകുമ്പോൾ കുറച്ചുകൂടി കൂർമ്മ ബുദ്ധിയും, മേമനാണെങ്കിലും മേമൊരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്, മുന്നിൽ വരുന്നൊരു കസ്റ്റമർ ആണെങ്കിലും എന്താണ് എല്ലാം അറിയാനും പറ്റും. പക്ഷേ എങ്കിലും ചില ആളുകളൊക്കെ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പലരും സ്വയം സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് പാതി വഴിയിൽ നിലച്ചു പോകുന്ന പല ആളുകളുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആളുകളോട് മേമൻ എന്താ പറയാനുള്ളത്? നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം, എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുന്ന എന്ത് വർക്കാണെങ്കിലും നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനിടയിൽ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകാം, കുറേ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകാം. ഇതെല്ലാം വരുമ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകും പെട്ടെന്ന്. ജെൻസിൻ്റെ പോലെ അങ്ങനെ വിൽ പവർ കുറവായിരിക്കുമല്ലോ, അറിയാലോ. അവരെ സംബന്ധിച്ച് അത്ര വിൽ പവറിൽ നിൽക്കില്ല. പക്ഷേ ഒരു ബിസിനസ് രംഗത്തേക്ക് വരുന്ന ഒരു വുമൺ ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ മുന്നിലേക്ക് ഇറങ്ങണം. സാധ്യതകളുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഉത്തമ തെളിവാണിത്. നമ്മൾ ഇരിക്കുന്ന സ്ഥാപനം തന്നെ അതിന്റെ ഉത്തമ തെളിവാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ കണ്ടമാനം ഞാൻ തരണം ചെയ്ത് വന്നിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം പ്രശ്നങ്ങൾ അതിന്റെ വഴിക്ക് വിടണം. കാരണം അത് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് ലൈഫിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പ്രശ്നങ്ങളുടെ കൂടെ ചേരരുത്, അതതിന്റെ വഴിക്ക് പോട്ടെ. അത് വൈകാതെ നമ്മുടെ പുറകെ പിന്തുടർന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വലിയ മൈൻഡൊന്നും ചെയ്യണ്ട. കാരണം എന്തിനും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും. നേരെ മറിച്ച് നമുക്ക് വിൻ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലേക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രശ്നങ്ങൾ അപ്പോൾ താനെ പോയിക്കോളും. നമ്മളുടെ സമൂഹം അങ്ങനെയല്ല ചെയ്യുന്നത്. ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും കഴിഞ്ഞു, ലൈഫ് കഴിഞ്ഞു, ആ പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കും. അപ്പോൾ പിന്നെ അത് മാത്രമായിരിക്കും അവരുടെ മൈൻഡിലുണ്ടാകുക. ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് വർക്ക് തന്നെയാണെങ്കിലും അവരതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പിന്നെ ഈ പ്രശ്നങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ടൊക്കെയാണ് പല സ്ഥാപനങ്ങളാണെങ്കിലും പല വ്യക്തികളുടെ ലൈഫിലാണെങ്കിലും കുറേ പ്രശ്നങ്ങൾ വന്ന് അവർ നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ട്. തുടങ്ങിയ വഴികളിൽ പലർക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിലച്ചു പോകാറുണ്ട്. അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കായതുകൊണ്ട്. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയും സൈക്കോളജിസ്റ്റാണ്, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ? നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. അതാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ അനുദിനം വളരട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് കടക്കട്ടെ. ഞങ്ങളുടെ ഈ പിന്നിട്ട വഴികളിലൂടെ എനി ടൈം ന്യൂസ് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. ഏറെ വ്യത്യസ്തമായ പാതകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. മേമിനെ സംബന്ധിച്ച് ഇത് കാണുന്ന പ്രേക്ഷകരുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവാം.
ഒരു വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ടാകാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ മാർക്കറ്റാണ് മേഡം. ഏതെടുത്താലും ഗുണമുള്ള കാര്യമാണ്. കാരണം ഒരു ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വളരട്ടെ, ഒരുപാട് പേർക്ക് കൈത്താങ്ങൾ നൽകട്ടെ, ഒരുപാട് പേരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ, കണ്ണീരൊപ്പട്ടെ. ഒരു പൊതിച്ചോറ് എന്നതിനല്ല, ഒരു സ്നേഹസമ്മാനമാണ്. ഒരു മനുഷ്യൻ ഒരു നേരത്തെ കൊടുക്കുന്ന ഭക്ഷണത്തെക്കാളുപരി ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് മേമും മേമിൻ്റെ കുടുംബവും ഇതിൽ ബന്ധപ്പെടുന്നവരൊക്കെ പതിഞ്ഞു പോവുകയാണ്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ബലവും. അത് അനുദിനം മുന്നോട്ട് പോകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഞങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ഒരു പാതയിലേക്കൊക്കെ വരുവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവാം, ചൂടുകൾ പിടിച്ചുകൊണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? എപ്പോഴും നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗം തുറന്നു കിട്ടും. നമുക്കൊരു ലക്ഷ്യം നല്ല ലക്ഷ്യമായിരിക്കണം. വേറെ ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ അതൊന്നും ആയിരിക്കരുത്. നമ്മുടെ ലക്ഷ്യം പെർഫെക്റ്റ് ആണോ, നമുക്ക് മാർഗം മുന്നിലുണ്ടാവും. അതിന് എനിക്കത് എൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ കണ്ടമാനം പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, പൊതിച്ചോറിൻ്റെ കാര്യം ചോദിച്ചല്ലോ. ഇത് നമുക്ക് പ്ലാൻ ചെയ്യാൻ കാരണം ഞാൻ വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാനാണ്. പക്ഷേ എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമല്ല, നമുക്ക് അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ആ കാര്യം ഞാൻ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവന്നു. ഇതുപോലെ ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന പലർക്കും പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയോ സാഹചര്യങ്ങളോ ഇല്ലാത്ത വ്യക്തികളായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ഉത്തമമായിട്ടുള്ളൊരു ബോധ്യമുള്ള വ്യക്തികളാണെങ്കിൽ ആ കാലം അവർക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു 2002 ജോലിക്ക് കയറുന്നതിന് 2002 ഞാൻ ജോലിക്ക് കയറുന്നത്, ഫസ്റ്റ് ജോബ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാലറി എനിക്ക് വരുന്നിരുന്നത് ഇത്രയേ വന്നിരുന്നുള്ളൂ. പക്ഷെ അതിന് ശേഷവും ആ ജോലി കഴിഞ്ഞ് ഞാനൊരു 5:30 ആകുമ്പോഴാണ് വീട്ടിലെത്തുക. 5:30 വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പശു ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ പശു നോക്കാനോ എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ ആയി വന്നപ്പോൾ പശുവിനെ നോക്കേണ്ട അവസ്ഥ വന്നു. അന്ന് എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജോലി കഴിഞ്ഞ് 5:30 ആകുമ്പോഴാണ് വീട്ടിലെത്തുക. വീട്ടിലെത്തിയതിന് ശേഷം പശുവിനെ കൊണ്ടുപോകണം. കാരണം വന്നതിന് ശേഷമാണ് പശുവിനെ കൊണ്ടുപോകേണ്ടത്. പാടത്തേക്ക് കൊണ്ടുപോയി തീറ്റാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പം നമ്മളതിന് വേണ്ടിയൊക്കെ ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു ഇൻകം മാത്രം നമുക്കൊന്നും ആവില്ല. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്ന് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കാം. പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല. അപ്പം ഞാൻ 5:30 വന്ന് പശുവിനെയൊക്കെ പാടത്ത് കൊണ്ടുപോയി, നമ്മുടെ പാടമൊന്നുമല്ല, വേറെ ആരുടെയൊക്കെ പാടങ്ങളാണ്, അവിടെ കൊണ്ടുപോയി അവരെ നോക്കി. അത് ആ സമയത്ത് എൻ്റെ മകന് 2 വയസ്സാണ്. ഈ 2 വയസ്സുകാരൻ എൻ്റെ കൂടെ പോരും. അവിടെ പോയി ഞങ്ങളവിടെ ഇരുന്ന് ഞാൻ വരുന്നത് നോക്കിയിരിക്കും. കാരണം അവന് ഫീഡിങ് നടത്തുന്ന സമയമാണ്. തീർച്ചയായിട്ടും. വന്ന് ഞങ്ങൾ ഫീഡിങ് നടത്തുന്നത് പാടത്താണ്. മാം, ഒരുപക്ഷെ അന്നത്തെ ചില ചവിട്ടി നടന്ന കനൽ പാതകളാണ് ഇന്ന് ഒരു തണുപ്പ് കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. അന്ന് മേമിനെടുത്ത ഒരു തീരുമാനം, ഒരുപക്ഷെ മാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് വിശ്രമിക്കാമായിരുന്നു. അന്നെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ എടുത്ത തീരുമാനങ്ങളാണ് മാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും നമുക്കത് കത്തിക്കാം. അതങ്ങനെ കിടന്നാലും അതെ, ആ കനൽ അവിടെ കിടക്കും. അത് കിടന്ന് നമുക്ക് അന്ന് എനിക്ക് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹങ്ങളുണ്ട്, സാഹചര്യങ്ങളില്ല. അപ്പം ഞാൻ മനസ്സിലോർത്തു, എന്നെങ്കിലും നമുക്കൊരു സാഹചര്യം വന്നാൽ നമുക്കത് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മകനാണെങ്കിലും അവനിപ്പോഴും പറയും, കാരണം അവൻ 2 വയസ്സുള്ള കുട്ടിയാണ്. 2 വയസ്സുള്ള കുട്ടി എനിക്കിപ്പോഴും ഞാൻ ആ പാടത്ത് കൂടെ ഇപ്പം ഞാൻ 6-7 വർഷമായിട്ട് ഞാൻ കാറിൽ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കഴിവല്ല, കാലം എത്തിച്ചതാണ് എന്നെ. അപ്പം ഞാൻ അതിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ആ പാടത്തേക്ക് നോക്കും. പഴയ ഒരു അമ്മ ഒരു കുഞ്ഞിനെ, അതെ അതെ, പാടവരമ്പ് അല്ലേ. അപ്പം മോനിപ്പോഴും പറയും, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അന്ന് നമ്മളവിടെ പോയിരുന്ന സ്ഥലം ഓർമ്മയുണ്ട്? അപ്പോൾ ഞാൻ ഓർക്കും, നിനക്കത് എങ്ങനെ ഇത്ര ഓർമ്മ? 2 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ അവൻ്റെ മൈൻഡിൽ ഇപ്പോഴും ആ ഒരു കാര്യം ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ അത്ര ഡീപ്പായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാച്ചു കളയാൻ പറ്റില്ല. ആ സാഹചര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ്
ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് മാം പിന്നിട്ട വഴി. അതെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒരു വിശക്കുന്നവൻ്റെ വിളി എന്താണെന്നറിയാം. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറയും, കുഴപ്പമില്ല, എന്തെങ്കിലും നമുക്കൊരു കുഴപ്പമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ വന്ന് കൈ നീട്ടുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നാറുണ്ട്. കാരണം ചില ആൾക്കാർ ഉള്ളവർ വാങ്ങിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ. ഈ സ്കൂട്ടറിലൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിലും പാസഞ്ചേഴ്സ്, രോഗികൾ തന്നെയല്ല, അവരും വന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോഴും ഞാൻ പറയും, കുഴപ്പമില്ല, അവർക്ക് ആവശ്യമായിട്ടല്ലേ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ളവർ വന്നിട്ടാണ് കൈ നീട്ടുന്നത്, അല്ലാത്തവർ വാങ്ങിക്കുന്നില്ല. അപ്പം ഞാൻ പറയും, കുഴപ്പമില്ല, ഒരു വിശപ്പ് മാറാനല്ലേ, നമ്മളിത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്കത് യാതൊരു വിഷമമില്ലാതെ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മുന്നിൽ വരുന്നവരാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ വരുന്നവരാണെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായെന്ന് വരില്ല. കാരണം ഇപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുക എന്താണെന്നറിയൂ, ഇവർ വലിയ ഫിനാൻസ് നടത്തുന്ന ആൾക്കാരാണ്, അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്കും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. കാരണം വന്ന് ചോദിക്കുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവണമെന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഞാൻ സമയം എടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് നോക്കട്ടെ പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ വിടാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നത് കൊണ്ടാണ് എനിക്ക് എത്ര ചെയ്താലും മതി വരാത്തത്. സഞ്ചരിച്ച പാതകൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. അതിലെല്ലാം ചവിട്ടി നടന്നു പോയത് കൊണ്ടാണ് ഇന്ന് ഊർജത്തോടു കൂടി ചിലരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ചില നന്മ മനസ്സുകളെ ചേർത്ത് പിടിക്കാനുള്ള ഊർജം, ചില ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഊർജം മാമിന് ഇനിയും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ച് അവൻ്റെ മരണം വരെ യാത്ര ചെയ്യുമ്പോൾ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമ്മൾക്ക് ജീവിച്ചതിന് കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജീവിക്കും. ആരുടെയെങ്കിലൊക്കെ ഹൃദയങ്ങളിൽ കുറച്ച് നാൾ നമ്മളുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ പോലും നമ്മൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ചില മനസ്സുകളുടെ ഹൃദയങ്ങളിൽ നമ്മൾ ജീവിക്കും. എന്നെ ഒരു നേരത്ത് ചേർത്ത് പിടിച്ച ഒരാളാണ്. അതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങ് ചെയ്തേക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ മാമിനറിയാം, ഈ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു വൈദികൻ ആ ഭവനത്തിലിരിക്കുന്ന ആളുകളോട് പറയും, ഭവനത്തിലുള്ള കൂദാശയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അന്ത്യചുംബനം കൊടുക്കാനുള്ള സമയമാണ്, അല്ലേ മാം? ജീവിച്ചിരിക്കുമ്പോൾ നെറുകിയിൽ ചുംബിക്കാത്ത ആള് മരിച്ചു കിടക്കുമ്പോൾ നെറുകിയിൽ ചുംബിച്ചിട്ട് എന്താ കാര്യം? അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ആർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്തായാലും മാം ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നടക്കുവാൻ ഏറെ ദൂരമുണ്ട്. മുമ്പിൽ ഇനിയും കല്ലുകളും മുള്ളുകളും ഒക്കെ ഉണ്ടാവാം. ചവിട്ടുക. കാരണം ഇതിലും വലിയ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി നടന്നുകൊണ്ട് കാലിൻ്റെ അടി നല്ല കട്ടിയായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ധാരാളമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഭാവുകളും ഞങ്ങൾ നേരുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇന്നത്തെ ഫാമിലി ലൈഫിലേക്കുള്ള കുട്ടികളോടാണ്. കാരണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരുന്ന കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും ഫേസ് ചെയ്യാൻ തയ്യാറല്ല. എല്ലാവരും സുഖ സൗകര്യങ്ങൾക്ക് പുറകെയാണ് ഓടുന്നത്. ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം വരുമ്പോഴേക്കും എല്ലാവരും ലൈഫ് മാറ്റിവെച്ച് ഡിവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. കാരണം എൻ്റെ അടുത്ത് വരുന്ന മോസ്റ്റ് ഓഫ് ദ കേസസും മാരേജ് കഴിഞ്ഞ് 2 മാസം 3 മാസം ചിലപ്പോൾ 1 ഇയർ ആയിട്ടുള്ള കേസസൊക്കെ വരാറുണ്ട്. ചോദിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവരുടെ റീസൺസ് ഉണ്ടാവുക. അപ്പം ഞാൻ ചിന്തിക്കുക എൻ്റെ ലൈഫിലേക്കാണ്. കാരണം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷമാവാൻ പോകുന്നു. വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു ലൈഫാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലായിടത്തും ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ ഇവരോടൊക്കെ പറയാറുണ്ട്, സന്തോഷം മാത്രമല്ല ലൈഫിൽ, സങ്കടങ്ങളുണ്ട്. അതും നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് ആ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാത്രമല്ല പരസ്പരം മനസ്സിലാക്കണം, വിട്ടുവീഴ്ച ചെയ്യുക. ഇതൊന്നും ഇന്നത്തെ ലൈഫിൽ എവിടെയും വരുന്നില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കൗൺസിലേഴ്സിനൊന്നും ജോലി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് വയ്ക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു സ്ഥാപനം ഫോം ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു,
പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരായിരിക്കട്ടെ എല്ലാവരും. അതെ, കാരണം നമ്മൾക്ക് കുറച്ച് ബിസിനസ് കുറഞ്ഞാലും പ്രശ്നങ്ങളില്ലാതിരിക്കും, ക്ലയൻസ് കുറഞ്ഞാലും എല്ലാ ഫാമിലിയും നല്ല രീതിയിൽ പോകണം. അപ്പോൾ എൻ്റെ അടുത്തൊരു സൈക്കോളജിസ്റ്റ് ചോദിച്ചു, എന്താ മാഡം അങ്ങനെ പറയുന്നേ, പിന്നെ നമ്മൾ എന്തിനാണ് ഓഫീസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് വേറെയും ജോലികൾക്ക് നോക്കാം, പക്ഷേ ഫാമിലി സേഫായിട്ടിരിക്കട്ടെ, എല്ലാവരും സന്തോഷത്തിലിരിക്കണം. പക്ഷെ ആ സന്തോഷം എന്നുള്ള സംഭവം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് പ്രത്യക്ഷമായി. സന്തോഷമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല. ഈ രണ്ടും വന്ന് ചേർന്നാൽ കുടുംബ സ്വർഗമായി. ശരിക്കും ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിലൊക്കെ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയാൻ ആരും കൂടുന്നില്ല. കൂടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പലരും പല സ്ഥലങ്ങളിലാണ്. ഇപ്പം എല്ലാം നമ്മൾ മൊബൈൽ യുഗത്തിലാണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, കൊച്ചില്ലെങ്കിലും മൊബൈൽ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, കുടുംബങ്ങളിലേക്ക് കുറച്ചും കൂടി ബന്ധങ്ങൾ ആഴ്ന്നിറങ്ങണം, കുറച്ചും കൂടി സ്നേഹമായിരിക്കണം കുടുംബങ്ങളിൽ. പരസ്പരം സംസാരിക്കാനും നമുക്കൊന്ന് ഷെയർ ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പാരൻസിനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ പല പാരൻസിനെയും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്, ബർഡനായിട്ടുള്ള പാരൻസിനെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നാറുണ്ട്, പാരലൈസ്ഡ് ആയിട്ടുള്ള പാരൻസ് ഇവർ നോക്കാൻ വേണ്ടി 1-2 ഹോം നേഴ്സിനെ അവർ അറേഞ്ച് ചെയ്ത്, മക്കളെല്ലാം അബ്രോഡാണ്. പക്ഷേ ഈ പാരൻസിന് കൊടുക്കേണ്ട ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഹോം നേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാം, മെഡിസിൻ കൊടുക്കാം, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നല്ലാതെ മക്കൾ കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പാരൻറ്റിന് മക്കളിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതവരുടെ ഒരു അവകാശമാണ്. പക്ഷേ ഈ കുട്ടികളെല്ലാം അബ്രോഡാണ്, അവരവരുടെ ലൈഫായിട്ട് സെറ്റിലായി, ഇവരെ നോക്കാൻ ആരുമില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ കൗൺസിലിംഗ് ചെയ്താൽ നമുക്ക് എന്താണ് അവരോട് പറയാൻ സാധിക്കാമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പാരൻസിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കേണ്ട മക്കളുടെ സ്നേഹം ഒരു കൗൺസിലർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഏജിൽ, അത് ഒരുപക്ഷെ 80 വയസ്സായിട്ടുള്ള പാരൻ്റ് ആയിരിക്കാം, 75 വയസ്സായതായിരിക്കാം, ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് ഇനിയുള്ള കാലമെങ്കിലും ഈ പാരൻസിന് സന്തോഷം പോലെ നോക്കി അവരുടെ കൂടെ നിൽക്കുക. അതാണ് ഏറ്റവും വലിയൊരു മെഡിസിൻ. അല്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് വന്ന് ഈ പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് നിങ്ങളെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ ശരിയാവാനാണ്? അവർക്ക് കിട്ടേണ്ടത് മക്കളുടെ സ്നേഹവും വാത്സല്യവുമാണ്. അത് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലുള്ളതാണെങ്കിലും ഏത് പാരൻ്റ് ആണെങ്കിലും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ സ്നേഹവും വാത്സല്യം നമ്മൾ കൊടുത്തിരിക്കണം. ആ കെയറിങ് നമ്മൾ കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളെ ദ്രോഹിച്ച പാരൻസ് ആയിരിക്കാം, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പാരൻസ് ആയിരിക്കാം, അതുപോലെ തന്നെ മക്കൾ, മരുമക്കൾ, അങ്ങനെയുള്ള ഒരു കാറ്റഗറി എല്ലാം വരുന്നുണ്ടല്ലോ ഇതിനകത്ത്. അതൊന്നും നോക്കാതെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ ആ പാരൻറ്റും ഹാപ്പി ആയിരിക്കും, ആ മക്കളും ഹാപ്പി ആയിരിക്കും, ആ കുടുംബ സ്വർഗമായിരിക്കും. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്. അതിൽ നിന്നെല്ലാം ചേഞ്ച് വരണം. കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നാൽ തന്നെ നമ്മളുടെ സമൂഹം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ മക്കളാണെങ്കിലും വളരെ സെറ്റായിട്ട് നിൽക്കും അവർ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിനെ ഫ്രണ്ട് സർക്കിളിലേക്ക് മാറി അവർക്ക് കിട്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അവരത് വാങ്ങിച്ച് യൂട്ടിലൈസ് ചെയ്യണു. പാരൻ്റ് അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അവസാനം നിലനിൽപ്പില്ലാതെ വരുമ്പോഴാണ് പാരൻസ് അറിയുന്നത് പോലും. എന്തായാലും ഒത്തിരി സന്തോഷം. ചുരുങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. പിന്നിട്ട വഴികൾ എന്ന ഈ ഒരു പ്രോഗ്രാമിനെ കറക്റ്റായ ഒരു ജീവിതത്തിലേക്ക്, പാതയിലേക്ക് തന്നെ പോയി. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഇനിയും ദൂരം സഞ്ചരിക്കട്ടെ, ഇനിയും മുന്നേട്ട് പോട്ടെ. ഇടയ്ക്ക് വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് കണ്ടുമുട്ടാം, അവിടെ വെച്ച് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാം. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 1000 നന്ദി. ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ പറയുന്നു എല്ലാവിധ ഭാവങ്ങളും എനി ടൈം ന്യൂസ് നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.